പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ചേരും. വൈകിട്ട് 5 മണിക്കാണ് സർവകക്ഷി യോഗം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ സർവകക്ഷി യോഗത്തിന്റെ അജണ്ട എന്താണ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ സർവകക്ഷി യോഗത്തിൻ്റെ ഏക അജണ്ട ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന നിലപാടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വിശദീകരിക്കുന്നതിനുമാണ് ഈ യോഗം ചേരുന്നത്. ഇതിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും പങ്കെടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള നിലപാടുകൾ വിശദീകരിച്ചിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില നടപടികൾ കൂടി ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് പാചകവാതകത്തിൻ്റെ ഈ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഈ യുദ്ധ സാഹചര്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഇന്ന് കേന്ദ്ര സർക്കാർ ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഈ യോഗം നടക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാൽ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ മറ്റു പല പ്രതിപക്ഷത്തുള്ള പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മോത്തി, ശരി. ബി ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സർവകക്ഷി യോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം കണക്കിലെടുത്ത് നടത്തുന്ന സർവകക്ഷി യോഗം, അതിനെപ്പറ്റിയാണ് വിശദാംശങ്ങൾ നൽകിയത്.